ഇനി നമ്മൾ ബംഗാളിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഭരണമാറ്റം ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ BJPയുടെ നേട്ടം അത് അവരെ സംബന്ധിച്ചുണ്ടാക്കുന്നത് ഒരു വലിയ സാധ്യത കൂടിയാണ്. അപ്പോൾ ഈ ഭരണമാറ്റത്തിന് പിന്നാലെ കൂടുതൽ സംഘപരിവാർ അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ പശ്ചിമ ബംഗാളിലെ BJP സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതാണ് സൂചന. അതിലൊന്ന് പശുക്കടത്ത് തടയുന്നതിൽ പുതിയ കർശനമായ ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് പ്രത്യേക യോഗം നടത്തും. സംസ്ഥാനത്ത് അനധികൃതമായി കന്നുകാലിക്കടത്ത് നടത്താതിരിക്കാൻ കർശന പരിശോധന നടത്തണം. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കണം. നിയമാനുസൃത ലൈസൻസ് ഉള്ള കന്നുകാലി മാർക്കറ്റുകൾ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. അനധികൃത കന്നുകാലി മാർക്കറ്റുകൾ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അടച്ചുപൂട്ടണം എന്നടക്കമുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി BJP ഓഫീസിൽ ഇത് സംബന്ധിച്ച ഒരു യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന് മന്ത്രിമാരുടെ ചുമതലകൾ വിതരണം ചെയ്യുകയും പിന്നീട് കളക്ടർമാരുമായും മുതിർന്ന IAS ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഇന്ന് നടക്കാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ കടക്കുകയാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പശ്ചിമ ബംഗാളിലെ തോൽവിയെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിലെ ഭിന്നത രൂക്ഷമാവുകയാണ്. മമതാ ബാനർജിക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെയാണ് പടയൊരുക്കം നടക്കുന്നത്. പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് 3 വക്താക്കളെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. TMC വക്താവ് റിജു ദത്ത മുൻകാലങ്ങളിൽ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയോടും മറ്റ് BJP നേതാക്കളോടും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു. ഒരേ സമയം ബംഗാളിലെ രാഷ്ട്രീയ തോൽവിക്കെതിരെ മമതാ ബാനർജി രാഷ്ട്രീയമായും നിയമപരമായും കേന്ദ്ര സർക്കാരിനും BJPക്കെതിരെയും പോരടിക്കാൻ നീക്കം നടക്കുമ്പോഴാണ് സ്വന്തം പാളയത്തിൽ തന്നെ ഇത്തരമൊരു വെല്ലുവിളി അവർക്ക് നേരിടേണ്ടി വരുന്നു എന്ന സാഹചര്യം കൂടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പുറത്തെത്തിക്കാമെന്നും വിമത നീക്കങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പും. അപ്പോൾ അസാധാരണമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. 2 സാഹചര്യങ്ങളാണ്. ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഭരണം നഷ്ടപ്പോൾ തുറന്നു പറയുന്ന നേതാക്കൾ, മറ്റൊന്ന് അഭിഷേക് ബാനർജിയിലേക്ക് കേന്ദ്രീകരിച്ച് മമതാ ബാനർജി നടത്തുന്ന നീക്കങ്ങൾ. ഇതൊക്കെയാണ് മറ്റു നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.